സ്ത്രീകളിൽ ഇങ്ങനെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീകളിൽ ഒത്തിരി ഉണ്ട് ലൈംഗികമായിട്ട്. പുരുഷന്മാരിലുള്ള പോലെ തന്നെ സ്ത്രീകളിലും പ്രശ്നങ്ങളുണ്ട്. ഉം. പൊതുവേ സ്ത്രീകളിൽ കാണുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലൈംഗികത ഇതിൻ്റെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 3 സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നത്. ഉം. ഒന്ന് നമ്മുടെ ഡിസയർ. ഉം. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലംസാണ് ഫസ്റ്റ് പരിഹരിക്കുന്നത്. ഉം. പിന്നെ ഉണ്ടാവുന്നതാണ് അറൗസൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു ഉം. പ്ലഷർ ഈ അറൗസൽ കിട്ടുന്നുണ്ട്. ലാസ്റ്റാണ് ഓർഗാസം. ഈ 3 ഏരിയയിലുള്ള പ്രോബ്ലം ആർക്കുണ്ടോ ഈ സെക്ഷൽ ആയിട്ടുള്ള പ്രോബ്ലം അവർക്ക് കാണാം. സ്ത്രീകളിൽ സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലോ മൂഡ് ചിലർക്ക് ഉം. ഉണ്ടാകുന്നത്. ഇതിനോട് താല്പര്യക്കുറവ്. വേറെ ചിലർക്ക് കാണുന്നത് ഹൈപ്പർ സെക്ഷൽ, അതായത് ഹൈ മൂഡ്. ഉം. രണ്ടും നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ. രണ്ടാമത് കാണുന്ന ഒരു പ്രശ്നമാണ്, പിന്നീട് കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നങ്ങളാണ് വാജിനിസ്മിസ് എന്ന് പറയുക. അതായത് നമുക്ക് ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ മസിലുകൾ കൺട്രാക്റ്റ് ആവുകയും മസിൽ സ്പാസം സംഭവിക്കുകയും അപ്പോൾ ഇൻസർഷനും പെനിട്രേഷനും പോസിബിൾ അല്ലാതെ പെയിൻ അനുഭവിക്കുന്ന ഒരവസ്ഥ. ഇതും കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഓർഗാസം എന്നത് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ, പിന്നെ എറൗസൽ കിട്ടാത്ത അവസ്ഥ, ഇതെല്ലാം സ്ത്രീകളിൽ കാണുന്ന സെക്ഷൽ പ്രോബ്ലംസ് ആണ്. ഇതിൻ്റെ പുറകിലൊക്കെ ഉള്ള കാരണം എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ട് വരുന്നത് ഫിയർ, ആങ്സൈറ്റി, സെക്ഷൽ ട്രോമാസ്, മുമ്പ് ഉണ്ടായിട്ടുള്ള സെക്ഷൽ എക്സ്പീരിയൻസ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. മെനി ഫിയേഴ്സ് ഉണ്ട്. അത് നേക്കഡ് ആവാൻ ഫിയർ ഉള്ളവരുണ്ട്, ഹസ്ബൻഡ് മുമ്പിൽ നേക്കഡ് ആവാൻ ഫിയർ ഉള്ളവരുണ്ട്, കിസ്സിന് ഫിയർ ഉള്ളവരുണ്ട്, ഓർഗാസം അനുഭവിക്കാൻ ഫിയർ ഉള്ളവരുണ്ട്, ഇതിനെ കുറ്റബോധമായിട്ട് കണക്കൂട്ടുന്നവരുണ്ട്, ബോഡിയെ ടച്ച് ചെയ്യുന്നതിന് ഫിയർ ഉള്ളവരുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അവരുടെ പാസ്റ്റ് ലൈഫിലുള്ള എക്സ്പീരിയൻസുകളാണ് ഇതിലേക്ക് എത്തുന്നത്. ഇതെല്ലാം ഫീമെയിൽ സെക്ഷൽ പ്രോബ്ലംസ് ആണ്.